ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം മുട്ടക്കറി ആക്കിയാലോ? ഓക്കെ. അപ്പോൾ മുട്ടക്കറിയാക്കാൻ ദേ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. തക്കാളി, ഉള്ളിയും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, അതുപോലെ മല്ലിയില. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ കരിവേപ്പില ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വാടിയിട്ടുണ്ട് നല്ലോണം. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് ഞങ്ങളുടെ വീട്ടിൽ കോമൺ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. നിങ്ങൾ ചിലപ്പോൾ വേറെ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി അതുപോലെ 2 സ്പൂൺ പറങ്കിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും മസാല പൗഡേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യാറ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് ബ്ലെൻഡായിട്ട് കിട്ടും. കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് കുരുമുളക് പൊടി, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. തക്കാളി അതുപോലെ പച്ചമുളകും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു പേസ്റ്റ് പോലെ വരുന്ന രീതിയിൽ, പേസ്റ്റായിട്ട് വരുന്ന രീതിയിൽ അത്ര വരെ ഒന്ന് വേവിച്ചെടുക്കുക. അടച്ച് വെച്ചിട്ട് വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആക്ച്വലി കറിക്ക് കുറച്ചും കൂടി ഗ്രേവി ടൈപ്പ് വേണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് വേണ്ട ഒരു ഗ്രേവി എത്രത്തോളം വേണമെന്നുള്ളത് ആയിക്കഴിഞ്ഞാൽ അതിലോട്ട് മല്ലിയിലയിട്ട് നമുക്ക് ഇനി മുട്ട ഇതിലോട്ട് ആഡ് ചെയ്യാം. മുട്ട വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 4 മുട്ടയാണ് എടുത്തിട്ടുണ്ടായത്. ഇത് നമ്മൾ ക്രോസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് നമ്മുടെ റോസ്റ്റിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാത്തിലേക്കും ആവുന്ന രീതിയിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി തേങ്ങാപ്പാൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഗ്രേവി, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞങ്ങൾ തേങ്ങാപ്പാൽ കൊടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫാക്കിയിടാം. കുറച്ച് സമയം അടച്ച് വെക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ മുട്ടക്കറിയെന്നോ മുട്ട റോസ്റ്റ് എന്നോ വിളിക്കാം. അപ്പം വെള്ളയപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വെള്ളയപ്പം നമ്മൾ സാധാരണ തലേദിവസം അരച്ച് വെച്ചതൊന്നല്ല, ഇത് രാവിലെ എഴുന്നേറ്റിട്ട് അരച്ചതാണ്. കൂട്ടിൻ്റെത് വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ഇത് ഇന്ന് രാവിലെ അരച്ച് വെച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. അടിപൊളി അപ്പമാണ് കേട്ടോ. നമ്മൾ തലേദിവസം അരച്ച് വെക്കുന്നത് പോലെ തന്നെ പൂപോലെ പുള്ളി വരുന്നുണ്ട്. നല്ല വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പവും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്.